ഹായ് ഓൾ. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, റെയിൽവേയുടെ എക്സാമിനേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ. ഡിപ്ലോമ അടിസ്ഥാനമാക്കി വരുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ബിടെക്കുകാരും അപ്ലൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡിപ്ലോമ ബിടെക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നതിന് എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. പലപ്പോഴും കേരളത്തിലെ ഉദ്യോഗാർത്ഥികളിൽ വലിയൊരു ശതമാനവും റെയിൽവേയിലെ ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്ത് ഈ ഒരു പോസ്റ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത്തവണത്തെ നോട്ടിഫിക്കേഷന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലുള്ളതിനേക്കാളും കൂടുതൽ പോസ്റ്റുകളാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 4098 പോസ്റ്റുകളാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 2500-ലധികം വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണയുള്ള മൊത്തം വേക്കൻസിക്ക് തതുല്യമായിട്ടുള്ള നമ്പറാണ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അഡ്വാൻറ്റേജ് ആ ഒരു സ്ട്രീമിലുണ്ട് എന്ന് കരുതി ബാക്കി സ്ട്രീമിലുള്ളവർക്ക് മോശമാണ് എന്നല്ല, അവർക്ക് ആനുപാതികമായിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ട്. ഈ ഒരു വർഷം 2026 സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സുകാർക്ക് കൂടുതലാണ്. എന്നാൽ ആകെ മൊത്തത്തിലും വേക്കൻസികൾ കൂടുതലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും RRB ജെയിലേക്ക് എത്തുമ്പോൾ 2025 വേക്കൻസി നോക്കിക്കഴിഞ്ഞാൽ 2570 വേക്കൻസികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യമുള്ള നമ്പറും ഇപ്പോഴുള്ള നമ്പറും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തിന് ഈ വർഷം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു മറുപടി കൂടി നമ്മളിവിടെ നൽകുകയാണ്. എന്തിന് ഈ വർഷം അപ്ലൈ ചെയ്യണം എന്ന് ചോദിക്കാനുള്ള മറുപടിയാണ് നമ്മൾ നൽകുന്നത്. അതിനു മുമ്പ് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ആദ്യമായിട്ട് ഡിപ്ലോമയാണ് റിലവൻറ്റ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടത്. അല്ലെങ്കിൽ ബിടെക് എംടെക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഏതൊക്കെ സ്ട്രീമാണുള്ളത്? ഇലക്ട്രിക്കൽ ആണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അതുകൂടാതെ ഇലക്ട്രോണിക്സ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആണ്, IT ഉണ്ട്. ഇനി പ്രായം എത്ര വരെയാണ് എന്ന് നോക്കാം. ഇതിൽ ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. OBCയെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയും, SC/STയെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനിയും സാലറി പാക്കേജ് ആണ്. എന്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനൊരു മറുപടി തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ഇതിന് അപ്ലൈ ചെയ്യണം, അതായത് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ റെയിൽവേയിലാണ് നിയമിതരാവുന്നത്. അതിന്റെ ഏറ്റവും ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സാലറിയാണ്. ഹൈ സാലറിയാണ്. അതായത് 35,400 തുടങ്ങുന്ന അടിസ്ഥാന ശമ്പളത്തിനൊപ്പം ബേസിക് DA, HRA, ട്രാൻസ്പോർട്ട് അലവൻസ് തുടങ്ങിയ എല്ലാം കൂടി ചേർത്ത് തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 50,000-ലധികം രൂപ നിങ്ങളെ ഇൻ ഹാൻഡ് കിട്ടും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലെ ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായിട്ട് കയറിയാൽ ഈ ഒരു സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു പോസ്റ്റിനെ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് മോണിറ്ററി ഹോസ്പിറ്റൽ തന്നെയാണ്. ഒരു പക്ഷേ KSEB ആണ് ഇതിന് താഴെ സാലറി നൽകുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഇത്രയധികം സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മറ്റൊരു പോസ്റ്റ് കേരള സർവീസിൽ ഇല്ല എന്ന് തന്നെ കരുതാം. അപ്പോൾ സ്വാഭാവികമായിട്ടും റെയിൽവേ ചൂസ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണമായിട്ട് നമുക്ക് ഹൈ സാലറി നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് അൾട്ടിമേറ്റ് ജോബ് സെക്യൂരിറ്റി ആണ്. റെയിൽവേ ആണ്. റെയിൽവേയിൽ നമുക്ക് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ഒരു കാരണവശാലും ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നൊരു സ്ഥാപനം നാളെയോ മറ്റന്നാളിലോ ഒന്നും നിർത്താൻ പോകുന്നില്ല. നമ്മളുടെ കാലം കഴിഞ്ഞാൽ, അതായത് നമ്മുടെയൊക്കെ ജനറേഷൻ ഇല്ലാതായി കഴിഞ്ഞാലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ റെയിൽവേ എന്ന് പറയുന്ന സംവിധാനവും ഇതുപോലെ തന്നെ നിലനിൽക്കുമെന്നും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോവുകയും കൂടുതൽ നെറ്റ്വർക്ക് വളരുകയും ചെയ്യും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അതായത് നമ്മുടെ ജനറേഷൻ പൂർണ്ണമായിട്ടും ഭൂമിയിൽ നിന്ന് എലിമിനേറ്റ് ആയാൽ പോലും, അതായത് നമ്മളൊക്കെ തലമുറകളൊക്കെ ഇല്ലാതായി പോയാലും ഈ ഒരു സംവിധാനം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ഥാപനം തരുന്ന ജോബ് സെക്യൂരിറ്റി വളരെ വലുതാണ്. പലപ്പോഴും കേരളത്തിലെ ഒരു സർക്കാർ ജോലി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും സുരക്ഷിതത്വം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളത് അഷ്വർ ചെയ്ത് പറയാൻ പറ്റും. ഈവൻ എല്ലാ കാര്യങ്ങളിലും സാലറിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത് നടക്കും. കേരളത്തിന്റെയൊക്കെ കോൺടസ്റ്റിൽ പലപ്പോഴും ട്രഷറി പോലുള്ള സംവിധാനങ്ങൾ അടച്ചിടേണ്ടുന്ന സാഹചര്യങ്ങളും സാലറിയെ ബാധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, KSRTC പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ. എന്നാൽ അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇന്ത്യൻ റെയിൽവേയിൽ ബാധിക്കില്ല എന്ന് പ്രസന്റ് സെനാരിയോയിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ കഴിയും. അടുത്തത് കരിയർ ഗ്രോത്ത് ആണ്. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പോസ്റ്റുകൾ ദിനം പ്രതി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളൊരു കയറുന്ന JE പോസ്റ്റിൽ നിങ്ങളുടെ ഗ്രേഡുകൾ മാറി പ്രൊമോഷൻ കിട്ടി ഒരു ഗ്രൂപ്പ് എക്ക് തുല്യമായ പോസ്റ്റിലേക്കൊക്കെ ഉയരുവാനുള്ള സാധ്യത നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നത് മറക്കാതിരിക്കുക. സീനിയർ ലെവൽ എഞ്ചിനീയർ ഒക്കെ ആയിട്ട് മാറുവാനുള്ള സാധ്യത വളരെ പെട്ടെന്ന് തന്നെ റെയിൽവേയിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും അടുത്തത് പെൻഷനും റിട്ടയർമെന്റ് ബെനിഫിറ്റുമാണ്. നമുക്കറിയാം, സർക്കാർ സർവീസിൽ നിന്നല്ല നമ്മൾ റിട്ടയർ ആയാൽ നമുക്ക് പെൻഷനും റിട്ടയർമെന്റ് ബെനിഫിറ്റും കിട്ടും എന്നുള്ള കാര്യം. എന്നാൽ പ്രത്യേകിച്ചും റെയിൽവേയിൽ നിന്ന് നിങ്ങൾ വിരമിക്കുമ്പോൾ കിട്ടുന്ന
ബെനിഫിറ്റ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒരു സംസ്ഥാന സർക്കാരിൽ നിന്ന് വിരമിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വളരെ വളരെ കൂടുതലാണ്. മാത്രമല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഡിഫൻസിലൊക്കെ കാണുന്നത് പോലെ തന്നെ റെയിൽവേക്ക് സ്വന്തമായിട്ട് ഒരു മെഡിക്കൽ ബോർഡും അതുപോലെ തന്നെ റെയിൽവേയുടെ കീഴിൽ തന്നെ നിരവധി മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിട്ടയർമെന്റിനൊപ്പം തന്നെ നിങ്ങൾക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിലെ ട്രീറ്റ്മെന്റ് അലവൻസും ഒക്കെ ലഭിക്കുമെന്നത് റെയിൽവേയുടെ ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമതായിട്ട് പെൻഷനാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേയുടെ വിഹിതത്തിൽ നിന്ന് പെൻഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും പെൻഷൻ മുടങ്ങും എന്നൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. പലപ്പോഴും സംസ്ഥാന സർക്കാരിലൊക്കെ കിട്ടുന്ന പല ജോലികളിലും ഇനി അങ്ങോട്ടുള്ള ജോലികളിൽ നമ്മൾ ടെൻഷൻ അല്ലെങ്കിൽ ഒരു സംശയത്തോടുകൂടി കാണുന്നതാണ് നമ്മുടെ പെൻഷൻ എന്ന് പറയുന്നത്. ആ ഒരു പേടിയൊന്നും നമുക്ക് റെയിൽവേ എന്ന് പറയുന്ന ഈ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. ഫാമിലിയുടെ കാര്യം പൂർണ്ണമായിട്ടും സെക്യൂർ ആണ്. കാരണം നമ്മൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും എന്ത് പറ്റും, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സെക്യൂർഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായോ, നിങ്ങൾക്ക് ഭാര്യ ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ റെയിൽവേ പ്രൊട്ടക്ട് ചെയ്യും. അവർക്കൊരു പ്രൊട്ടക്റ്റഡ് ജോലി അല്ലെങ്കിൽ പെൻഷൻ പോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കും എന്നൊക്കെയുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അടുത്തത് ഓൾ ഇന്ത്യ കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. റെയിൽവേ എന്ന് പറയുന്നത് കേവലം ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇന്ത്യ മുഴുവൻ ഉള്ള ഒരു ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ റെയിൽവേയിൽ നിങ്ങൾക്ക് പല വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുവാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെയിൽവേയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ റെയിൽവേയിൽ സൗജന്യമായിട്ട് ട്രിപ്പ് വർഷത്തിൽ ഒരു വട്ടമൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ആഡോണായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ പല വ്യത്യസ്ത പ്രിവിലേജുകൾ നിങ്ങൾക്ക് കിട്ടും. അതായത് ഓൾ ഓവർ ഇന്ത്യ, അവർ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ വിവിധ സ്റ്റേഷനുകളിൽ, ഈവൻ റിമോട്ട് സ്ഥലങ്ങളിൽ പോലും അല്ലെങ്കിൽ വലിയ സിറ്റികളിൽ പോലും നിങ്ങൾക്ക് മാറിയും തിരിഞ്ഞുമൊക്കെ ജോലി ചെയ്യുവാനുള്ള ഓപ്പണിംഗ് ലഭിക്കും. അത് മറ്റൊരു ജോലിക്കും കിട്ടില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് കിട്ടുന്നത് റെയിൽവേ ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സർവീസിലെ ഡിഫൻസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെയാണ്. ഇത് അത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യയുടെ ഓരോ സ്ഥലങ്ങളിലും, ഓരോ നഗരങ്ങളിലും, ഓരോ പട്ടണങ്ങളിലും, അതുപോലെ തന്നെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും നിങ്ങൾക്ക് എത്തി ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിന്റെ സാലറി ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് ബേസിക് സാലറി നോക്കാം. 35,400 ഇവിടുത്തെ ബേസിക് പേ എന്ന് പറയുന്നത്. ഡിയർനെസ് അലവൻസ് ഏതാണ്ട് ആ സമയങ്ങളിൽ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ഏതാണ്ട് റിവൈസ്ഡ് 2 വർഷത്തിനുള്ള റിവൈസ് ചെയ്യപ്പെടും. അത് സാലറിയുടെ ഏതാണ്ട് 60% അടുത്തൊക്കെ വരുമെന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് ഹൗസ് റെന്റ് അലവൻസ് ആണ്. 9% മുതൽ 27% വരെയാണ് നിങ്ങളുടെ സാലറിയുടെയും ഒപ്പം തന്നെ ഡിയർനെസ് അലവൻസിന്റെയും 9% മുതൽ 27% വരെയായിരിക്കും നിങ്ങൾക്ക് HR ആയിട്ട് ലഭിക്കുന്നത്. ഇത് കൂടാതെ ട്രാൻസ്പോർട്ട് അലവൻസ് ആവശ്യമായിട്ട് വരുമ്പോൾ അത് ലഭിക്കുന്നതാണ്. അങ്ങനെ ഇൻ മന്ത് മിനിമം നിങ്ങൾക്ക് 55,000 രൂപ മുതൽ 60,000 രൂപ വരെയുള്ള സാലറി നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നതായിരിക്കും എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളവരാണ്. ഇനി ഈ എക്സാമിനേഷനിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് CBT 1 ആണ്. CBT 1 ക്ലിയർ ചെയ്യുന്നവർക്ക് മാത്രമേ CBT 2 എഴുതാൻ പറ്റുകയുള്ളൂ. CBT 1 ഈ 90 മിനിറ്റും 100 ക്വസ്റ്റ്യനുകളുമാണുള്ളത്. അതിൽ മാത്തമാറ്റിക്സിൽ നിന്ന് 30 ക്വസ്റ്റ്യനും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്ന് 25 ക്വസ്റ്റ്യനും ജനറൽ അവയർനെസ്സിൽ നിന്ന് 15 ക്വസ്റ്റ്യനും ജനറൽ സയൻസിൽ നിന്ന് 30 ക്വസ്റ്റ്യനുമാണുള്ളത്. ഈ ക്വസ്റ്റ്യനുകൾക്കെല്ലാം തന്നെ എന്തുണ്ട്, നെഗറ്റീവ് മാർക്കും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചോദ്യത്തിനും തെറ്റാണ് എന്നുണ്ടെങ്കിൽ കിട്ടിയ മാർക്കിൽ നിന്ന് 1/3 വീതം മാർക്ക് നിങ്ങൾക്ക് ഡിഡ്യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും. അടുത്തതായിട്ട് ഈ ഒരു എക്സാമിനേഷനിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ CBT 2 വേണ്ടി നിയോഗിക്കുന്നതായിരിക്കും. അവരിൽ നിന്നായിരിക്കും നേരിട്ട് നിയമനങ്ങൾ നടത്തുന്നത്. CBT 2 എത്തുമ്പോൾ 120 മിനിറ്റും 150 ക്വസ്റ്റ്യനുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെ ജനറൽ അവയർനെസ് പ്ലസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ വരും. ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിൽ നിന്ന് 20 ചോദ്യങ്ങൾ വരും. ഇനി ടെക്നിക്കൽ സബ്ജക്റ്റിൽ നിന്ന് 100 ക്വസ്റ്റ്യനുകളും വരും. ഈ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്വൈസ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് 2 നിങ്ങൾ മനസ്സിലാക്കേണ്ട, CBT 2 നിങ്ങൾക്ക് എന്തുണ്ടാവും, 1/3 ഡിഡക്ഷൻ ഉണ്ടാവും. ഇവിടുത്തെ മാർക്കാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലും ശേഷമുള്ള നിയമനത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റെയിൽവേയിലെ കരിയർ ഓപ്പണിംഗ് നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റ് ടൈമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കോഴ്സുകൾ കൃത്യമായിട്ട് ഒരു മെന്റർഷിപ്പോട് കൂടി, അതായത് ഓരോ വിദ്യാർത്ഥിയെയും പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് ചെയ്താണ് നമ്മൾ ക്ലാസ് നൽകുന്നത്. റെഗുലർ ആയിട്ടുള്ള ഇവാലുവേഷൻസ് ഉണ്ടാവും. ക്ലാസ്സിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് വർക്കൗട്ട് ചെയ്യാനുള്ളത്. അതായത് നിങ്ങൾക്ക് എല്ലാ സിലബസിലുള്ള മുഴുവൻ ടോപ്പിക്കുകളും തീർത്തു തരികയും അതിന്റെ ഇരട്ടിയോളം ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യുവാനുള്ള അവസരങ്ങൾ നമ്മൾ ചെയ്തു തരുന്നു. ഇത് കൂടാതെ മൊഡ്യൂൾ ബേസും ടോപ്പിക് ബേസും ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. നമുക്കറിയാം ഇതൊരു മത്സര പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഡിജിറ്റലി നമ്മൾ ആൻസർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട്
കൃത്യമായിട്ട് നിങ്ങൾക്ക് മൊബൈലിലോ ലാപ്ടോപ്പിലോ നിരന്തരമായിട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് ആക്യുറസി ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളെയും കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്ന രീതിയിലാണ് കോഴ്സുകൾ നിങ്ങൾക്കായിട്ട് നൽകുന്നത്. ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെ പങ്കെടുക്കുന്നോ അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ നമ്മുടെ കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ്സുകൾ ഏറെയും ലൈവാണ്. അതുപോലെ തന്നെ ലൈവ് ഇന്ററാക്ഷൻസ് ഉണ്ടാവും. ഓരോ ക്ലാസ്സിന് ശേഷവും നമ്മൾ റിവ്യൂ ചെയ്യുകയും നിങ്ങളുടെ ഓരോ കുട്ടികളുടെയും പഠനത്തിന്റെ നിലവാരം വിലയിരുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് കോഴ്സുകൾ നിങ്ങൾക്കായിട്ട് നൽകുന്നത്. മറ്റേതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നതിനേക്കാളും കൃത്യമായ ആക്യുറസി ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസും നൽകുന്ന രീതിയിൽ തന്നെയാണ് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് കോഴ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മറക്കണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും JEE എന്ന് പറയുന്ന കോഴ്സ് സ്വന്തമാക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.